പ്രിയമിത്രങ്ങളെ, അടുത്തിടയിലായി വളരെ ശക്തമായി ഉദിച്ചുയർന്നു വരുന്ന ഒരു സംശയമാണ്, മരണം നടന്ന വീട്ടിൽ നിലവിളക്ക് കൊളുത്താമോ? പുല, വാലായ്മ ഇത്യാദി അവസരങ്ങളിൽ നിലവിളക്ക് കൊളുത്തുകയോ നാമം ജപിക്കുകയോ ചെയ്യാമോ? സ്ത്രീ സഹജമായ ശാരീരികമായ അശുദ്ധിയുള്ള സമയങ്ങളിൽ നാമജപം നിഷിദ്ധമോ? പലപ്പോഴും ലളിതമായിട്ടൊക്കെ ഇതിൻ്റെ ഉത്തരം സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും സംശയം 10 മടങ്ങ് ശക്തി ആർജിക്കുകയാണ്. എങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കാം, അതിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതാണ് പലപ്പോഴും നമ്മളിൽ ഭൂരിഭാഗത്തിൻ്റെയും ചിന്ത. മറിച്ച് എങ്ങനെ ചെയ്യാം, ഏത് വിധത്തിൽ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാം എന്ന് നമ്മളിൽ പലരും പലപ്പോഴും ചിന്തിക്കാൻ മെനക്കെടാറേ ഇല്ല എന്നതല്ലേ വാസ്തവം. ശരിക്കും ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ശിലകൾ, ആധാരശിലകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് വേദങ്ങളെയാണ്. സനാതന സംസ്കാരം ഉരുത്തിരിഞ്ഞു വന്നതും അതിൻ്റെ നിലനിൽപ്പും വൈദികപരമായ അടിത്തറയിലാണ്. വേദങ്ങളാണ് നമ്മുടെ ആധാരശിലകൾ. വേദ തത്വങ്ങളാണ്, വേദത്തിലെ അറിവുകളാണ്. വേദമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജ്ഞാനം, അറിവ് എന്നതാണ്. നീ എപ്രകാരം ജീവിക്കണം, നീ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഈ ജീവിതം പൂർത്തീകരിക്കണം എന്ന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ വേദങ്ങൾ നമുക്ക് നൽകുന്നു. പക്ഷെ പിന്നീട് വന്ന സ്മൃതികളിലും ചില പുരാണ വ്യാഖ്യാനങ്ങളിലും ചില കൂട്ടിച്ചേർക്കലുകളും പിന്നീട് കാലത്തിനനുസരിച്ച് പലരും അതിനെ ദുരുപയോഗം ചെയ്തു. ചില തൽപര കക്ഷികൾ തങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കർമ്മത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന് വേണ്ടിയിട്ടോ, അതുമല്ല എങ്കിൽ മറ്റുള്ളവരെ വിമുഖന്മാരും മടിയന്മാരും അധാർമികമായ തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചെയ്തു വെച്ച് കെണിയായിട്ടോ ഇതിനെയൊക്കെ ചിന്തിക്കേണ്ടതായിരിക്കുന്നു, വിശ്വസിക്കേണ്ടതായിരിക്കുന്നു. ശരിക്കും നമ്മുടെ പുരാണങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ടോ? മരണം നടന്നാൽ നിലവിളക്ക് കൊളുത്തരുത് എന്ന് ഏത് പുരാണത്തിലാണ്, ഏത് വേദത്തിലാണ് പറയുന്നത്? പറയൂ. അല്ലെങ്കിൽ വേദത്തെ മാത്രം സംശീകരിച്ചുകൊണ്ട് നമ്മുടെ അരികിലേക്ക് എത്തപ്പെട്ട ഇതിഹാസങ്ങളിലാകട്ടെ പുരാണങ്ങളിലാകട്ടെ എവിടെയും ഇത്തരത്തിലൊരു നിർദ്ദേശം കാണുന്നതേയില്ല. എന്ന് മാത്രമല്ല, രാമായണത്തിൽ പോലും തൻ്റെ പിതാവിൻ്റെ മരണവാർത്ത അറിയുന്ന ശ്രീരാമചന്ദ്രമൂർത്തി എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധയോടുകൂടി രാമായണം ഒന്ന് പാരായണം ചെയ്താൽ കൃത്യമായി മനസ്സിലാകാം. ഇനിയും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് മഹാഭാരതത്തിൽ. ലോകം മുഴുവൻ കീഴടക്കാൻ കഴിവുള്ളവരും എന്തിനും ഏതിനും കേമന്മാരെന്ന് ഊറ്റം കൊള്ളുന്നവരുമായ 5 ഭർത്താക്കന്മാർ നിസ്സഹായരായി നിൽക്കുന്ന വേദിയിലേക്ക് രജസ്വലയായ ദ്രൗപദിയെ കൗരവാദികൾ വലിച്ചിഴച്ചു കൊണ്ടുവരുന്ന കാഴ്ച. തൻ്റെ ഭർത്താക്കന്മാരാൽ പോലും തനിക്ക് യാതൊരുവിധമായ സംരക്ഷണം നൽകുവാൻ കഴിയുകയില്ല. എന്നാൽ തൻ്റെ മാനം സംരക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ശുദ്ധവും നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി വിളിച്ചാൽ സർവേശ്വരൻ എത്തും എന്ന പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്ന ദ്രൗപദി എന്താണ് ചെയ്തത്? താൻ രജസ്വലയാണ്, അതുകൊണ്ട് തനിക്ക് നാമം ജപിക്കുവാൻ അശുദ്ധിയുണ്ട് എന്നല്ല അവൾ ചിന്തിച്ചത്. മറിച്ച് ശാരീരിക ശുദ്ധിയേക്കാൾ അപ്പുറം ഭഗവാന് പ്രിയമാകുന്നത് മാനസികമായ ശുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ ഭക്തവത്സരനായ കേശവ, ജനാർദ്ദന എന്നവൾ നിലവിളിച്ചപ്പോൾ, ഭഗവാന്റെ ശരണം ഭക്ത്യാദരപൂർവ്വം തേടിയപ്പോൾ, നിറഞ്ഞ കണ്ണുകളോടും ഇടറുന്ന മനസ്സോടും അതിനുമപ്പുറം പരിപൂർണമായ ശുദ്ധമായ വിശ്വാസത്തോടു കൂടി ഭഗവാനെ ഭജിച്ചപ്പോൾ, നീ രജസ്വലയാണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ വസ്ത്രം നൽകില്ല, നീ അശുദ്ധിയായുള്ളവളാണ് എന്ന് ഭഗവാൻ എവിടെയെങ്കിലും പറഞ്ഞതായി കാണുന്നുണ്ടോ? ഇല്ല. ശ്രദ്ധിക്കണം. ശാരീരിക ശുദ്ധി ഒരു പരിധിവരെ നമ്മൾ പരിപാലിക്കുക തന്നെ വേണം. ഓരോന്നിനും അതിൻ്റെതായ കാര്യകാരണങ്ങളുണ്ട്. എങ്കിലും ഈശ്വര ഭജനത്തിന് ഇവയൊന്നും തടസ്സങ്ങളല്ല. വിശേഷിയ നാമജപത്തിന് ഇതൊന്നും തന്നെ തടസ്സങ്ങളല്ല. താന്ത്രിക കർമ്മങ്ങൾക്കാണെങ്കിൽ പിന്നെയും നമ്മൾക്കത് ന്യായീകരണങ്ങൾ നൽകാം. എന്നാൽ നാമജപങ്ങൾക്കോ ഈശ്വര സ്മരണയ്ക്കോ ഇവയൊന്നും തന്നെ തടസ്സങ്ങളേ അല്ല. അത് പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. ഇവിടെ ശരിക്കും നമ്മൾക്കുണ്ടാകേണ്ടത് മനസമാധാനമാണ്. അകാരണമായ ഭയമുണ്ടാകാതിരിക്കണം. ഞാൻ ശരീരത്തിൽ അശുദ്ധി ഉള്ളപ്പോൾ നാമം ജപിച്ചാൽ ദോഷം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ജപിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മരണം അല്ലെങ്കിൽ ബാലായ്മയുള്ളപ്പോൾ നാമം ജപിച്ചാൽ എനിക്ക് പാപം കിട്ടും, ദോഷം കിട്ടുമെന്ന് നിങ്ങൾ അന്ധമായി തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നാമം ജപിക്കുവാനേ പാടില്ല. കാരണം അത് കൂടുതൽ സങ്കടത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. ഇവിടെ മനസ്സാണ് മാറേണ്ടത്. മനസ്സാണ് ബോധയുക്തമായി മാറേണ്ടത്, പക്വതയെ ആർജിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് ഈ തെറ്റിദ്ധാരണ വന്നത്? അത് ചിലർ മനഃപൂർവ്വം പടച്ചുവെച്ച ചില അധാർമികമായ മാർഗങ്ങളുടെ പരിണിത ഫലമാണ് എന്ന് പറയേണ്ടതായി തന്നെ വരുന്നു. ഒരു മരണം ഒരു ഭവനത്തിൽ നടന്നാൽ നിർബന്ധമായും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത്, നിലവിളക്ക് കൊളുത്തി ആ നിലവിളക്കിൻ്റെ മുമ്പിലേക്ക് ആ മൃതദേഹത്തെ എടുത്ത് കിടത്തുക എന്നുള്ളതാണ്. അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നാളികേരം ഉടച്ച് എള്ള് കിഴികെട്ടി കത്തിക്കുന്ന പതിവുമുണ്ട്. ഇവയെല്ലാം എന്തിനാണ് കാട്ടിത്തന്നത് നമ്മുടെ പൂർവികർ? ഒരു ഭവനത്തിൽ മരണം നടന്നെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ടത് നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുക എന്നത് തന്നെയാണ്. കാരണം ഈ ദേഹം വിട്ടുപോയ പ്രാണൻ
അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സർവേശ്വരനായ പരമേശ്വര അല്ലെങ്കിൽ സർവേശ്വരിയായ പരമേശ്വരി, ഞങ്ങളിതാ പ്രാണന് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞോ അറിയാതെ ആ പ്രാണൻ ഈ ദേഹത്തിലേക്ക് എത്തുക വഴി ചെയ്ത സമസ്ത അപരാധങ്ങളെയും പുറത്തുകൊണ്ട് നേരായ മാർഗത്തിലേക്ക് എത്തിച്ച് അവിടുത്തെ പാദപത്മങ്ങളിലേക്ക് തന്നെ ആത്മചൈതന്യത്തെ സ്വീകരിക്കണമേ. ജനന മരണങ്ങളിൽപ്പെട്ട് നട്ടം തിരിയാൻ അനുവദിക്കാതിരിക്കണമേ. അവിടുത്തെ അംശത്തിന്റെ ഒരു ഭാഗമായി തന്നെ ആത്മചൈതന്യത്തെ സ്വീകരിക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാനുള്ള സുമനസ് നമ്മൾക്ക് കാട്ടിയാൽ തന്നെ തീർച്ചയായും ആത്മാവ് എത്ര കുടുംബാവിയാണെങ്കിലും ഈശ്വരപാദങ്ങളിലേക്ക് തന്നെ ചെന്നു ചേരും. അതുകൊണ്ട് തന്നെ എന്നെ ഞാനാക്കിയവർ, അല്ലെങ്കിൽ എൻ്റെ ബന്ധുമിത്രാദികൾ, ഞാൻ വളരെയേറെ സ്നേഹിക്കുന്നവർ, ഈഹലോകം വെടിഞ്ഞ് പരലോകത്തേക്ക് പോകുന്ന ആ വാർത്ത എറിഞ്ഞാൽ, ആ ഭവനത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞാൽ അവിടെ എത്തി ആദ്യം ചെയ്യേണ്ടത്, നിലവിളക്ക് കൊളുത്തിയിട്ടില്ല എങ്കിൽ നിലവിളക്ക് കൊളുത്തുവാൻ ശ്രമിക്കുകയും ആ കൊളുത്തിയ നിലവിളക്കിന്റെ മുമ്പിലിരുന്ന് ഭക്തിയാദരപൂർവ്വം ഒരല്പനേരമെങ്കിലും നാമം ജപിക്കുക എന്നതാണ്. ഇനിയും ചില ഭവനങ്ങളിൽ മരണം നടന്നാൽ മുതിർന്നവരുടെ നിർദ്ദേശപ്രകാരം നിലവിളക്ക് കൊടുത്ത് ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യും. കർമ്മം കഴിഞ്ഞ് കർമ്മി പോകുന്നതോടുകൂടി നിലവിളക്ക് കെടുത്തും. ആരെങ്കിലുമൊക്കെ പറയും നിലവിളക്ക് കൊടുത്തല്ലേ മഹാപാപമാ, ഈശ്വര നാമമേ ജപിക്കരുത്, കാരണം ബാലായ്മയാണ്, പുലയാണ്, അയ്യോ മഹാപാപമാണെന്ന് പറയും. എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിച്ചത്? ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെയാണ് ശരിക്കും അന്ധവിശ്വാസങ്ങൾ എന്ന് പറയേണ്ടത്. ഇത്തരത്തിലുള്ള ആചാരങ്ങളെയാണ് അനാചാരങ്ങൾ എന്ന് പറഞ്ഞ് പരമമായ പുച്ഛത്തോടു കൂടി നമ്മൾ ഉപേക്ഷിക്കപ്പെടേണ്ടത്. തീർച്ചയായും ആ 11, 12 അല്ലെങ്കിൽ 16 ദിനങ്ങളിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ ഏവരും ഒരുമിച്ചിരുന്നു കൊണ്ട് നാമം ജപിക്കുകയായിരിക്കണം ചെയ്യേണ്ടത്. സന്ധ്യയിൽ നിർബന്ധമായും ജപിക്കണം. നിലവിളക്ക് കൊളുത്തി അതിൻ്റെ മുമ്പിൽ ഇരുന്ന് ഭക്തിയാദരപൂർവ്വം ഭഗവാനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താണ് ഗുണങ്ങൾ? ആ കുടുംബത്തിൽ ആ മരണം മൂലം സംഭവിച്ച നഷ്ടങ്ങളിൽ നിന്ന് പരിപടിയായി ഉയരുവാനും ആ നഷ്ടത്തിനെ ഭക്തിയുടെ അകമ്പടിയോടുകൂടി മറികടക്കുവാനും ആ കുടുംബത്തിൽ നിലനിൽക്കുന്ന നെഗറ്റീവ് എനർജിയെ പരിപൂർണമായി പുറത്തേക്ക് ഉന്മൂലനം ചെയ്യുവാനും തൽസ്ഥാനത്ത് ഈശ്വര ഭജനത്തിലൂടെയും നാമജപത്തിലൂടെയും പോസിറ്റീവ് എനർജി ആ ഭവനത്തിലേക്ക് എത്തിക്കുവാനും ആ കുടുംബാംഗങ്ങളിലേക്ക് പരിപൂർണമായ വിശ്വാസത്തെ എത്തിക്കുവാനും നഷ്ടപ്പെട്ട സങ്കടത്തിന്റെ തീവ്രതയെ കുറയ്ക്കുവാനും അത് വളരെയേറെ ഗുണപ്രദമായി മാറും. പുലയാണ്, വാലായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിനങ്ങളിൽ നാമം ജപിക്കാതിരിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളെയാണ് ശരിക്കും നമ്മൾ ഉപേക്ഷിക്കേണ്ടതും അവോയ്ഡ് ചെയ്യേണ്ടതും. മറിച്ച് എനിക്ക് പ്രിയപ്പെട്ടവരാണ് ദേഹം വെടിഞ്ഞു പോയതെങ്കിൽ ഞാൻ നന്ദി കാട്ടേണ്ടവരാണ് എന്നെ വിട്ട് അകന്നു പോയിട്ടുള്ളത് എങ്കിൽ നിർബന്ധമായും ആ പ്രാണനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഡെഡിക്കേഷനാണ്, സമർപ്പണമാണ്, യാത്രയേപ്പാണ് നാമജപം. അതുകൊണ്ട് തന്നെ തീർച്ചയായും പുല, വാലായ്മ ഇത്യാദി സമയങ്ങളിൽ നാമം ജപിക്കുക തന്നെ വേണം. ഒഴിവ് കിഴിവുകൾ പറഞ്ഞ് ജപിക്കാതിരിക്കുവാനോ നിലവിളക്ക് കൊളുത്താതിരിക്കുവാനോ നടത്തുന്ന ശ്രമങ്ങളാണ് പരിപൂർണമായും നമ്മളിൽ നിന്ന് അന്യമാകേണ്ടതും ഇല്ലാതാകേണ്ടതും. അതോടൊപ്പം തന്നെ എത്തുന്ന മറ്റൊരു സംശയമാണ് സ്ത്രീസഹജമായ അശുദ്ധിയുള്ളപ്പോൾ നാമജപം നിഷിദ്ധമാണോ എന്ന്. സ്ത്രീയെന്നും പുരുഷനെന്നും ഭഗവാന് വേർകൃത്യമില്ല. വേദങ്ങളിൽ എവിടെയും അങ്ങനെ പറയുന്നുമില്ല. ഈശ്വരന്റെ മുമ്പിൽ ഭക്തർ എന്ന ഒരൊറ്റ വിഭാഗം മാത്രമേ ഉള്ളൂ. ഭക്തനെന്നും ഭക്തയെന്നു പോലുമില്ല. അത് നമ്മൾ പറഞ്ഞു വരുത്തുന്നതാണ്. ഭഗവാന്റെ മുമ്പിൽ എല്ലാം അവിടുത്തെ സന്തതികൾ, ഭക്തർ എന്ന ഒരൊറ്റ വിഭാഗം മാത്രം. ആ മനുഷ്യനെ സൃഷ്ടിച്ച ഭഗവാനാണെങ്കിൽ ഓരോ മനുഷ്യ ശരീരത്തിലും കാലാനുസൃതമായി ഉണ്ടാകുന്ന ശുദ്ധ അശുദ്ധിയെപ്പറ്റി ഭഗവാന് കൃത്യമായ ബോധ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ സ്ത്രീ സഹജമായ അശുദ്ധി ഉള്ളപ്പോൾ നാമജപം നിഷിദ്ധമേ അല്ല. ഇത് കൂടുതൽ വ്യക്തമായി തന്നെ നമ്മൾക്ക് മനസ്സിലാകുന്ന മധുരമനോഹരമായ മലയാള പദത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ നമ്മൾക്ക് പറഞ്ഞു തന്നു. പക്ഷേ പുലർകാലത്ത് മാത്രം ശ്രമിക്കേണ്ടതായി ഹരിനാമകീർത്തനത്തെ നമ്മൾ കണ്ടു. അതുകൊണ്ട് നമ്മളിൽ പലരും അത് ശ്രദ്ധിക്കുന്നില്ല. കൃത്യമായി തന്നെ അതിൽ പറഞ്ഞു തരുന്നില്ലേ? ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയെ അജനം ചെയ്ത ഭൂസുരനും, ഇവർക്ക് ആർക്കും ഇത് ജപിക്കാവുന്നതാണ്. അപ്പോൾ ശാരീരികമായ അശുദ്ധി പോലും ഈശ്വരനാമ ജപത്തിന് തടസ്സമേ അല്ല. ശരിക്കും ശാരീരികമായ അശുദ്ധി പിന്നെയും ഭഗവാൻ ക്ഷമിക്കും. മറിച്ച് മാനസികമായ അശുദ്ധിയാണ് ശ്രദ്ധിക്കേണ്ടത്. ദുഷിച്ച മനസ്സോടുകൂടി അസൂയ, കുശുമ്പ, ഉന്നായ്മ, മതമത്സരാദികളോടുകൂടി നടത്തുന്ന നാമജപം ഒരിക്കലും ഫലത്തെ പ്രദാനം ചെയ്യുകയില്ല. ഇനിയും എൻ്റെ ശരീരം അല്പം മലിനമാണെങ്കിലും, ഇപ്പോൾ നട്ടലൊടിഞ്ഞ് ഒരാൾ കിടക്കുന്ന വ്യക്തിക്ക് നാമം ജപിക്കണമെന്ന് തോന്നുമെങ്കിൽ കുളിച്ചിട്ട് വന്ന് ജപിക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ? അല്ല. നാമം ജപിക്കാൻ ഒരു ചിന്തയുണ്ടാകുന്നതേ സുഹൃതമാണ്. അങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരശുദ്ധി വരുത്തുവാൻ കഴിയില്ല എങ്കിൽ പോലും മനഃശുദ്ധിയോടുകൂടി ആ കർമ്മം പൂർത്തീകരിക്കുക. മനസ്സ് ശുദ്ധമായാൽ അത് മതിയാകും. പൂർണ്ണമായ മുക്തിയെ പ്രദാനം ചെയ്യും, പൂർണ്ണമായ ഭക്തിയെ പ്രദാനം ചെയ്യും, പൂർണ്ണമായ ഫലത്തെ പ്രദാനം ചെയ്യും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ ഈശ്വരനോട് അടുക്കാം. കാരണം ഈശ്വരനോട് അടുക്കും തോറും നമ്മൾ ആപത്തുകളിൽ നിന്ന് അകലുന്നു. ഈശ്വരൻ എന്ന് വിളിക്കുന്നത് തന്നെ ആശ്രയം നൽകുന്നതിനാലാണ്. ആ ആശ്രയം നൽകുന്ന ഭഗവാനോടൊപ്പം നമ്മൾ സഞ്ചരിച്ചാൽ, ആ ഭഗവാനോട് നമ്മൾ അടുത്താൽ തീർച്ചയായും അപകടങ്ങളിൽ നിന്ന് നമ്മൾ അകലും. മറിച്ച് എപ്പോൾ നമ്മൾ ഈശ്വരനിൽ നിന്ന് അകലുന്നുവോ അപ്പോൾ എല്ലാം ആപത്തുകളോടും സങ്കടങ്ങളോടും അടുക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഒരിക്കലും വിസ്മരിക്കരുത്. അതുകൊണ്ട് തന്നെ ഈശ്വര കടാക്ഷം നമ്മിലേക്ക് എത്തിക്കുവാനും ഈശ്വരനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാനുമുള്ള ഏറ്റവും ഉത്തമമായ മാർഗങ്ങളായി കലികാലത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് നാമജപം.
അതുമല്ല എങ്കിൽ ഈശ്വര സ്മരണ. അപ്പൊ ഈശ്വരനെ ഒന്ന് സ്മരിക്കുന്നതിന് ശാരീരികമായ അശുദ്ധിയോ അതുമല്ല എങ്കിൽ ബാലായ്മ, മരണം ഇത്യാദി കർമ്മങ്ങളോ ഒരു തടസ്സമേ അല്ല എന്ന് മാത്രമല്ല, ഇത്യാദി സമയങ്ങളിൽ നിർബന്ധമായും നമ്മൾക്ക് ഈശ്വര കടാക്ഷം അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ്. അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ കഴിയുന്നത്ര നേരം ഒരു ദിനം ഒരു പ്രാവശ്യമെങ്കിലും ഈശ്വര ഭജനം നിർബന്ധമായി നടത്തണം. അവിടെയും ഇവിടെയും ഇരുന്ന് കുൽസിത ചിന്തയുള്ള പലരും പറഞ്ഞു വരുത്തുന്ന ഇത്തരത്തിലുള്ള അധാർമികമായ മാർഗങ്ങൾക്ക് അനാവശ്യമായ പ്രാധാന്യം കൊടുക്കാതെ പലതും പറഞ്ഞു പകൽ കളയുന്ന നേരത്തിൽ ഒരല്പനേരമെങ്കിലും എൻ്റെ ഈ നാവ് കൊണ്ട് ആ നാരായണനെ സ്മരിക്കാം, നാരായണീയെ സ്മരിക്കാം. അതായിരിക്കും സുഹൃതം. അത്തരത്തിലൊരു സമീപനമാകണം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ശരീരം എങ്ങനെയും ആയിക്കോട്ടെ, മനസ്സിനെ ശുദ്ധമാക്കൂ. മരണം ഒരശുദ്ധിയല്ല. കാരണം നമ്മൾ ഏവരും മരിക്കേണ്ടവരാണ്. നമ്മൾ ജനിച്ചതേ മരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ യാഥാർത്ഥ്യം മറക്കരുത്. മരണത്തെ അല്ല നമ്മൾ ഭയപ്പെടേണ്ടത്, മറിച്ച് മരണം കഴിഞ്ഞ് ലഭിക്കുവാൻ പോകുന്ന ജനനത്തെ പറ്റിയാകണം. മരണം കഴിഞ്ഞ് എനിക്ക് ലഭിക്കേണ്ട ജനനത്തെപ്പറ്റി ഭഗവാനല്ല തീരുമാനിക്കുന്നത്. ഈ വേഷം ധരിച്ചുകൊണ്ട് ഞാൻ ചെയ്തു കൂട്ടിയ പുണ്യ പാപങ്ങളുടെ പരിണിത ഫലത്തിനനുസരിച്ചായിരിക്കും അടുത്ത പുതിയ വേഷം എനിക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിച്ച് ഞാൻ മുകളിലേക്ക് പ്രാണന രൂപിയായി പോകുമ്പോൾ എൻ്റെ ബന്ധുക്കൾ കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭഗവാനെ, സർവേശ്വര, ഈ ആത്മാവ് ആ ദേഹത്തിൽ നിന്നുകൊണ്ട് ചെയ്ത സർവ്വവിധമായ തെറ്റുകുറ്റങ്ങളെയും അറിവില്ലായ്മകളെയും പുറത്തുകൊണ്ട് അവിടുത്തെ പാദങ്ങളിലേക്ക് ചേർക്കണമെന്ന് എൻ്റെ ബന്ധുമിത്രാദികളുടെ പ്രാർത്ഥനയും അതോടൊപ്പം മരണസമയത്തെ എൻ്റെ ഉള്ളിലെ ഈശ്വര ചിന്തയും ഉണ്ടെങ്കിൽ തീർച്ചയായും ദിശാബോധം നഷ്ടപ്പെടാതെ ഞാൻ ഭഗവത് പാദങ്ങളിൽ തന്നെ ചെന്നു ചേരും. ജനന മരണങ്ങളെ തീർച്ചയായും ഞാൻ മറികടന്ന് ഈശ്വരൻ്റെ അംശമായി ആ പാദപത്മങ്ങളിൽ അലിഞ്ഞു ചേരുക തന്നെ ചെയ്യും. ഇനിയും അഥവാ എൻ്റെ പ്രവൃത്തിയിലൂടെ ഞാൻ മറ്റൊരു വേഷത്തിന് അർഹനായി തീരുന്നുവെങ്കിൽ, മറ്റൊരു വേഷം ധരിക്കാൻ നിർബന്ധിതനാകുന്നുവെങ്കിൽ, സങ്കടക്കയത്തിലേക്ക് വലിച്ചെറിയാതെ കഴിയുന്നത്ര വേഗത്തിൽ അടുത്ത ജന്മവും പൂർത്തീകരിച്ച് അങ്ങയുടെ പാദപത്മങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്ന് ജനന മരണങ്ങളെ മറികടക്കാവുന്ന തലത്തിലേക്ക് സർവേശ്വര എന്നെ എത്തിക്കണമേ എന്ന പ്രാർത്ഥനയായിരിക്കണം. അല്ലെങ്കിൽ എന്നെ വിട്ടു പിരിഞ്ഞവരെ എത്തിക്കണം എന്ന പ്രാർത്ഥനയായിരിക്കണം ഇത്യാദി ദിനങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഉയരേണ്ടതും നടപ്പാക്കേണ്ടതും. അതുകൊണ്ട് മരണം നാമജപത്തിന് തടസ്സമല്ല. തന്നെയുമല്ല, നാമജപം നിർബന്ധമായി നടത്തേണ്ട അവസരമാണ് മരണം. അതുപോലെ തന്നെ ബാലായ്മ, സ്ത്രീസഹജമായ ശരീരാശുദ്ധി ഇവയൊന്നും തന്നെ നാമജപത്തിന് തടസ്സമാണ് എന്ന് വേദങ്ങളിലും പറയുന്നില്ല, പുരാണങ്ങളിലും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അനുസരിക്കുന്നതും അതിനെ ഒരു ശീലമാക്കുന്നതും ഒരു തരത്തിലുമുള്ള ഈശ്വര നിഷേധത്തിന് കാരണമാകുന്നില്ല എന്ന് മാത്രമല്ല, അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും മഹാപാപം. മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, ഏവർക്കും ശതകോടി പ്രണാമം. ഹരി ഓം.